മണി കൗണ്ടിങ്ങിനെ കുറിച്ചല്ല കേട്ടോ, റീൽസും ഷോർട്സിൻ്റെയൊക്കെ സ്ക്രോളിങ്ങിനെ കുറിച്ച്. ഓരോ 5 സെക്കൻഡിലും റീൽസും ഷോർട്സൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവസാനം ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ ഇതിനൊരു പേരുണ്ട്, ഡിജിറ്റൽ ഡിമെൻഷ്യ. ഇത് ഡിമെൻഷ്യ ഒന്നുമല്ല, പക്ഷെ എന്തോ ഒന്ന് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രോളിങ് ഓരോ 15 സെക്കൻഡിലും നമ്മുടെ ബ്രെയിനിൽ പുതിയ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പുതിയ കാര്യങ്ങൾ കിട്ടാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കാനിരുന്നാലും പഠിക്കാനിരുന്നാലും നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത്, എവിടെ പോയി എനിക്ക് അടുത്ത കിക്ക് കിട്ടാനുള്ള സാധനം, വേർ ഇസ് മൈ നെക്സ്റ്റ് ഡോപ്പമിൻ സ്പൈക്ക്. അവർ ബ്രെയിൻ ഈസ് ലൈക്ക്. സ്റ്റഡീസ് പറയുന്നത് അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ വീക്കർ അറ്റൻഷൻ, വളരെ മോശമായ വർക്കിംഗ് മെമ്മറി, കണ്ടിന്യൂസ് ആയി ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എന്നിങ്ങനെയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ബ്രെയിൻ ഡാമേജ് ഒന്നുമല്ല, നമ്മുടെ ബ്രെയിൻ ക്വിക്ക് റിയാക്ഷൻസിനോട് റീവൈർഡ് ആവുന്നതാണ്. നിങ്ങളൊരു കാര്യം ഓർത്തോ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. സോ ഈസ് ഇറ്റ് ഡിജിറ്റൽ ഡിമെൻഷ്യ? നോ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ബ്രെയിൻ ഡീജനറേഷനാണ്. ഡിജിറ്റൽ സ്ക്രോളിങ്ങിന് കാരണം ഡിജിറ്റൽ കണ്ടീഷനിങ് ആണ്. ഇവിടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഫങ്ഷണലി ചുരുങ്ങുന്നുണ്ട്, പക്ഷേ സ്ട്രക്ചറലി അല്ല. സോ ദ ബെസ്റ്റ് പാർട്ട് ഈസ് സ്ക്രോളിങ്ങിൽ അഡാപ്റ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ അഡിക്റ്റായി നിൽക്കുന്ന നിങ്ങളുടെ ബ്രെയിനിനെ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കാരണമാണ് നിങ്ങൾ സ്ക്രോളിങ്ങിൽ അഡാപ്റ്റായിട്ട് അല്ലെങ്കിൽ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കാനുള്ള കാരണം. എന്നാൽ ഇതേ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വഴി തന്നെ നമ്മൾക്ക് ഇത്തരം ബിഹേവിയർ തിരിച്ചു മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ മോർ ഇൻഫർമേഷൻസ്, ദിസ് ഈസ് ന്യൂറോഫിക്സ്, സയൻസ് ഡീകോഡഡ്, റിയാലിറ്റി റീഇമാജിൻഡ്. നമ്മൾ കൂടുതലായും സൈക്കോളജി പരമായിട്ടുള്ളതും ന്യൂറോ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ വണക്കം നண்பர்களே.